ദിലീപ് കുമാർ ന്യൂസ് തുടരുന്നുണ്ട്. ദിലീപ് കുമാർ, ആ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് കൂടി രൂക്ഷമായ ഭാഷയിൽ രംഗത്ത് വരുന്നു. വലിയ വിമർശനം ഇസ്രായേലിനെതിരെ ഉയർത്തിയിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഇനിയിപ്പോൾ ട്രംപിനെ വീണ്ടും പ്രകോപിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട എന്ന നിലപാടിലേക്ക് സ്വാഭാവികമായിട്ടും നെതന്യാഹു പോകാനാണ് സാധ്യത കൂടുതൽ. മറിച്ച് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നുമില്ലല്ലോ. പക്ഷേ മറുഭാഗത്ത് ഇറാൻ പറഞ്ഞത് ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ഞങ്ങളും തയ്യാർ എന്നാണ് കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത്. പിന്നീടാണ് നമ്മൾ ഈ സീസ് ഫയർ കരാറുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളൊക്കെ വന്നത്. അതിനുശേഷവും പക്ഷേ ഇസ്രായേൽ അടിച്ചിട്ടുണ്ട്. വലിയ മിസൈൽ വർഷം തന്നെ ഇറാനിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു മറുപടി ഇറാൻ നൽകുമോ? അല്ല, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റൊക്കെ പറഞ്ഞത് കേട്ട് ഇറാനും ഒരു സമാധാന പാതയിലേക്ക് നീങ്ങുമോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നലെ രാത്രിയടക്കം നമ്മൾ കണ്ടതാണ് GCC രാജ്യങ്ങളിലേക്കുള്ള ഇറാന്റെ ഡ്രോണുകളും മിസൈൽ ആക്രമണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇന്ന് രാത്രിയിലും അത്തരത്തിൽ എന്തെങ്കിലും ഒരു മിലിറ്ററി ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് കരുതാൻ കഴിയുമോ? പ്രജിൻ, ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഏറ്റവും ഒടുവിലായി, ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വാർത്ത ഇതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പുതിയ കുറിപ്പ് പങ്കിട്ടിരിക്കുകയാണ്. അതിൽ പറയുന്നത് ഇസ്രായേൽ ഇനി ഇറാനിൽ ആക്രമണം നടത്തില്ല എന്നാണ്. അവിടെ ബോംബ് വർഷിക്കുന്ന ബോംബർ വിമാനങ്ങളോട് തിരികെ മടങ്ങാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ്. നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചിരുന്നു. കർശന നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് നൽകിയതായാണ് അറിയുന്നത്. വെടിനിർത്തൽ ധാരണ ലംഘിച്ചതിന് ഇസ്രായേലിനെ ട്രംപ് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത് നെതന്യാഹുവിനോട് മാത്രമല്ല, അദ്ദേഹം പരസ്യമായും ഈ അഭിപ്രായ പ്രകടനം, ഇസ്രായേലിൻ്റെ കാര്യത്തിലുള്ള അസന്തുഷ്ടി അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. വെടിനിർത്തൽ ധാരണ പ്രാബല്യത്തിൽ വന്ന ശേഷവും ലോഡ് കണക്കിന് ബോംബുകൾ അവിടെ. ബിദിലി കുമാർ, ഇപ്പൊ വീണ്ടും ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പോസ്റ്റ്, അതായത് ട്രൂത്ത് സോഷ്യലിൽ പിന്നീട് ബാക്ക് ടു ബാക്ക് പോസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രംപ് പറയുന്നു ഇറാൻ വിൽ നെവർ റീബിൽഡ് ദെയർ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എന്നുകൂടി പറയുന്നുണ്ട്. അതായത് ഇസ്രായേലിനെ ഉദ്ധരിച്ച് മാത്രമല്ല, ഇറാനും കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഇറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ട്രംപ് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇറാൻ വിൽ നെവർ റീബിൽഡ് ദെയർ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് എന്ന് ഇറാനുമായി ബന്ധപ്പെട്ടും ട്രംപ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇസ്രായേൽ ഇസ് നോട്ട് ഗോയിങ് ടു അറ്റാക്ക് ഇറാൻ എന്നുകൂടി പറയുമ്പോൾ വീണ്ടും ഒരു കീ റോളിലേക്ക് ട്രംപ് ഇരുവർക്കുമിടയിൽ വരികയാണോ ദിലീപ് കുമാർ? പ്രജിൻ, ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്താണ് ഈ നിലയിൽ വെടിനിർത്തലിനുള്ള ധാരണയിലേക്ക് രണ്ടു രാജ്യങ്ങളെയും കൊണ്ടുവന്നത്. അതിൽ ഇറാനുമായി മാത്രമാണ് ട്രംപ് നേരിട്ട് സംസാരിക്കാതിരുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെയാണ് അവരുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നത്. മാത്രമല്ല, അമേരിക്കയോട് ഇറാനുള്ള അസംതൃപ്തിയുണ്ട്. അവരുടെ ആണവ നിലയങ്ങളിൽ ആക്രമണം നടത്തി. മാത്രമല്ല, ഇസ്രായേൽ നടത്തുന്ന ഈ യുദ്ധത്തിൽ അമേരിക്ക കൂടി പങ്കാളിയായി. അതുകൊണ്ട് ഇറാന് ഇക്കാര്യത്തിലുള്ള അസംതൃപ്തി അറിയാവുന്ന ഡൊണാൾഡ് ട്രംപ് ഖത്തറിൻ്റെ ഗൾഫ് മേഖലയിലെ വിവിധ വിഷയങ്ങളിൽ, രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങളിൽ, ഈ വിഷയങ്ങളിലൊക്കെ പലപ്പോഴും മധ്യസ്ഥ വേഷത്തിലുള്ളത് ഖത്തറാണ്. ഖത്തറിനെ കൊണ്ട് ഈ പ്രശ്നത്തിൽ ഇടപെടിക്കുകയും ഇറാനെ കൊണ്ട് ആ നിലയിൽ വെടിനിർത്തലിന് സന്നദ്ധമാണ് എന്ന തരത്തിലേക്ക് സമ്മർദ്ദം ചെലുത്തി കൊണ്ടുവരികയും ചെയ്തു. അതങ്ങനെ ആ നിലയിൽ ട്രംപ് ആഗ്രഹിച്ച നിലയിലേക്ക് രണ്ടു രാജ്യങ്ങളും വെടിനിർത്തൽ എന്ന നിലയിൽ, ആ നിലയിലുള്ള ഒരു പ്രഖ്യാപനം രണ്ടു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. അതിനുശേഷമാണ് നിർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടായത്. അത് വെടിനിർത്തൽ ലംഘിച്ചത് ഇറാനാണെന്ന് ഇസ്രായേൽ കുറ്റപ്പെടുത്തുകയും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ സൈനിക മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇറാനിൽ ലോഡ് കണക്കിന് ബോംബുകളാണ് വർഷിച്ചത് ഇസ്രായേൽ എന്നാണ് പിന്നീട് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇങ്ങനെ ഒരു സംഭവം തൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. വളരെ നിർഭാഗ്യകരമായ സംഭവം. ഇറാനും ഇസ്രായേലും ചെയ്യുന്ന കാര്യങ്ങളിൽ അദ്ദേഹം അസന്തുഷ്ടി രേഖപ്പെടുത്തിയെങ്കിലും ഇസ്രായേലിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് ട്രംപ് അവരോടുള്ള അസന്തുഷ്ടി മാധ്യമപ്രവർത്തകരോടൊക്കെ പരസ്യമായി ഇക്കാര്യത്തിൽ പറഞ്ഞു. തൻ്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ഇക്കാര്യം പരാമർശിച്ചു. ഏറ്റവും ഒടുവിലായി ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ഇനി ഇറാനെ ആക്രമിക്കില്ല എന്നാണ്. അക്കാര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി സംസാരിച്ചിട്ടുണ്ട്. അവിടെയുള്ള അവരുടെ ബോംബർ വിമാനങ്ങൾ, ഇറാനുമേൽ ബോംബുകൾ വർഷിക്കുന്ന ബോംബർ വിമാനങ്ങളോട് മടങ്ങിയെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന കാര്യമാണിപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിലായി കുറിച്ചിരിക്കുന്നത്. അങ്ങനെ പശ്ചിമേഷ്യയിൽ ദിലീപ് കുമാർ, ട്രംപിന്റെ ഈ വാക്കുകൾ ഈ ഘട്ടത്തിൽ ആ രീതിയിൽ തന്നെ അത് പൂർണ്ണമായും വിശ്വസിക്കാവുന്നതാണോ? കാരണം ഇതുപോലെ ട്രംപ് ഇടപെട്ടാണ് ആദ്യ കരാർ നിലവിൽ വന്നത്. പക്ഷേ അതിന് പിന്നാലെ ആദ്യം അടിച്ചത് ഇസ്രായേലാണ്.
അത് US-നോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ട്രംപുമായി ഏറെ സൗഹൃദമുള്ള നെതന്യാഹു തന്നെയാണ് ഈ ആക്രമണം ഈ കരാർ ലംഘിച്ചുകൊണ്ട് നടത്തിയത്. പക്ഷേ പിന്നീടാണ് ഇപ്പോൾ കുറച്ചുകൂടി സ്വരം കടുപ്പിച്ച് ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത്. അതിനുശേഷം ഇനി അറിയേണ്ടത് ഇസ്രായേലും ഇറാനും അതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു. അവരുടെ ഔദ്യോഗിക പ്രതികരണങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല. എങ്കിൽ മാത്രമാണ് ട്രംപ് പറയുന്ന കാര്യങ്ങൾ അത് ശരിയാണ് അല്ലെങ്കിൽ അത് ശരിയാണ്, അത് വിശ്വസിക്കാം എന്നൊക്കെ ബോധ്യപ്പെടുക, അല്ലേ? പ്രജിൻ, ഇക്കാര്യത്തിൽ ഇറാനും ഇസ്രയേലും അവരുടെ പ്രതികരണം വരേണ്ടിയിരിക്കുന്നു. നേരത്തെ ഇസ്രയേൽ കുറ്റപ്പെടുത്തുകയായിരുന്നു ഇറാനെ. അവരാണ് വെടിനിർത്തൽ ധാരണ ലംഘിച്ചത്, അവരാണ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയത് എന്നായിരുന്നു നേരത്തെ ഇസ്രയേലിൻ്റെതായി ഔദ്യോഗികമായി വന്ന പ്രസ്താവന. അതിന് ശക്തമായ തിരിച്ചടി നൽകും, അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് ഇസ്രയേൽ പറഞ്ഞിരുന്നു. ആ പ്രസ്താവനയുടെ മഷി ഉണങ്ങും മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ നിലയിൽ ഇസ്രായേലിനെതിരെ ശക്തമായ ഭാഷയിൽ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നതും ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ഫോണിൽ സംസാരിച്ചതുമൊക്കെ. അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗത്തിന്, നാറ്റോയുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഹേഗിലേക്ക് പോകും മുമ്പാണ് അദ്ദേഹം പരസ്യമായി ഇക്കാര്യത്തിൽ ഇസ്രായേലിൻ്റെ നടപടികളിലുള്ള അതൃപ്തി വ്യക്തമാക്കിയത്. ഏതായാലും ഇനി ഇക്കാര്യത്തിൽ ഇറാനും ഇസ്രായേലും അവരുടെ ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് കാത്തിരിക്കാം. തൽക്കാലത്തേക്കെങ്കിലും ഏതായാലും കടുത്ത നടപടികൾക്ക് ഇറാനോ ഇസ്രായേലോ മുതിരില്ല എന്ന് തന്നെ നമുക്ക് ഈ നിമിഷം കരുതാം. പശ്ചിമേഷ്യ സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങട്ടെ എന്ന് പ്രത്യാശിക്കാം. തീർച്ചയായിട്ടും അപ്പോൾ ആ ഘട്ടത്തിലാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഒരു ഹീറോ റോളിലേക്ക് വരുന്നത്. വീണ്ടും ഇത്തരത്തിൽ സീസ് ഫയർ വയലേഷൻ ഉണ്ടായപ്പോൾ, വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടപ്പോൾ അവിടെ ഒരു മേജർ റോളിലേക്ക് ഡൊണാൾഡ് ട്രംപ് വരുന്ന കാഴ്ച ഈ രാജ്യങ്ങളുമായും വളരെ പെട്ടെന്ന് സംസാരിക്കുന്നതോടൊപ്പം തന്നെ രൂക്ഷമായ ഭാഷയിൽ പ്രത്യക്ഷത്തിൽ തന്നെ ഒരു പ്രതികരണം നടത്താൻ ട്രംപ് മുതിരുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ട്രൂ സോഷ്യൽ വന്ന ഈ രണ്ട് പ്രസ്താവനകൾ ട്രംപിന്റെ ഭാഗത്തുണ്ടായത്. അതിൽ ആദ്യത്തിൽ പറയുന്നു ഇസ്രായേൽ ഈസ് നോട്ട് ഗോയിങ് ടു അറ്റാക്ക് ഇറാൻ എന്ന് പറയുന്നു. ശരിക്കും ഇസ്രായേൽ പറയേണ്ട കാര്യമാണ് ഇവിടെ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് എന്നതാണ് ശ്രദ്ധേയം. ഇറാനെ ഇസ്രായേൽ ഇനി ആക്രമിക്കില്ല എന്ന് പറയുന്നു. ഒപ്പം ഓൾ പ്ലെയിൻസ് വിൽ ടേൺ അറൗണ്ട് ആൻഡ് ഹെഡ് ഹോം വൈൽ ഡൂയിങ് എ ഫ്രണ്ട്ലി പ്ലെയിൻ വേവ് ടു ഇറാൻ. ഇറാനോട് ഒരു നമസ്കാരം പറഞ്ഞ എല്ലാ യുദ്ധവിമാനങ്ങളും ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകും എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഭരണാധികാരിയല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. അതിന് പിന്നാലെ തന്നെ വന്നു അടുത്ത പോസ്റ്റ്. അതിൽ പറയുന്നു ഇറാൻ വിൽ നെവർ റീബിൽഡ് ദെയർ ന്യൂക്ലിയർ ഫെസിലിറ്റീസ്. ഇറാനിലെ തകർക്കപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ ഇനി ഒരിക്കലും അവർ പുനർനിർമ്മിക്കില്ല എന്ന് പറയുന്നത് ഇറാന്റെ ഭരണാധികാരിയല്ല, അതും US-ന്റെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ആണ്. അങ്ങനെ ഇരു രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് ഈ ഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് മാറുന്നു. അങ്ങനെ വീണ്ടും ഒരു ഹീറോയിക് ഇമേജ് ട്രംപിന് വരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു ഈ രാജ്യങ്ങളുടെയും രാഷ്ട്ര നേതാക്കൾ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.